അചിന്യാവ്യക്തരൂപായ നിർഗുണായ ഗുണാത്മനേ സമസ്തജഗദാധാരമൂർത്തയേ ബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ദർശനമാലയിലെ 5ാമത്തെ ജ്ഞാനവല്ലരിയിലൂടെയാണ് നാം ഇന്ന് സഞ്ചരിക്കുന്നത്. ദർശനമാലയിലെ അധ്യാരോപ ദർശനത്തിലെ 1-ാം പദ്യത്തിൽ പ്രപഞ്ച സൃഷ്ടിക്കു കാരണമായി ഈശ്വര സങ്കല്പം എന്ന് പറഞ്ഞു. 2-ാം ശ്ലോകത്തിൽ വാസന കൂടി കാരണമാണെന്നും പ്രസ്താവിച്ചു. അതിനുശേഷം ഈശ്വര ശക്തി എന്നതുകൂടി ഉണ്ട് എന്നും ഈ പ്രപഞ്ച സൃഷ്ടിക്ക് അതും കാരണമാണ് എന്നും പറഞ്ഞു. ശേഷം 5-ാം ശ്ലോകത്തിൽ ഇവയെല്ലാം കേവലം മനോരൂപമായിരിക്കുന്നു, മനസ്സിന്റെ വികസിത രൂപമാണ് എന്നുള്ളതാണ് ഈ പദ്യത്തിൽ ഉദാഹരണ സഹിതം വിവരിച്ചിരിക്കുന്നത്. 5-ാമത്തെ മന്ത്രം മനോമാത്രമിദം ചിത്രമിവഗ്രേ സർവമീദൃശം പ്രാപയാമാസ വൈചിത്ര്യം ഭഗവാൻ ചിത്രകാരവത്. ഈ മന്ത്രത്തിന്റെ പദച്ഛേദം മനോമാത്രം പ്ലസ് ഇവ മനോമാത്രമിവ. 1-ാമത്തെ വാക്ക് പിരിക്കുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. അടുത്ത പദം ചിത്രമിവാഗ്രേ, ചിത്രം ഇവ അഗ്രേ. 3 പദങ്ങൾ ചേരുന്നു അതില്. ചിത്രം ഇവ അഗ്രേ, ചിത്രമിവാഗ്രേ. സർവമീദൃശം, സർവം പ്ലസ് ഈദൃശം, 2 പദങ്ങൾ. സർവം പ്ലസ് ഈദൃശം. ശേഷം പ്രാപയാമാസ വൈചിത്ര്യം ഭഗവാൻ ചിത്രകാരവത്. അവിടെ ഭഗവാൻ പ്ലസ് ചിത്രകാരവത് ചേരുമ്പോൾ ഭഗവാൻ ചിത്രകാരവത് എന്ന് പദച്ഛേദം. ഇനി ഇതിന്റെ ഗദ്യരൂപവും പദാനുപദ അർത്ഥവും നമുക്ക് നോക്കാം. ഈ ശ്ലോകത്തിന്റെ ഇവിടെ അഗ്രേ, ഗദ്യരൂപത്തിൽ പറയുമ്പോൾ നമ്മൾ അഗ്രേ മുൻപ് എന്നർത്ഥം. അതായത് ഏതിനു മുൻപാണ്? നാമരൂപങ്ങളോട് കൂടിയ ഈ പ്രപഞ്ചം ബാഹ്യദൃശ്യമായി ഇങ്ങനെ വെളിപ്പെടുത്തുന്നതിന് മുമ്പ്. ഇതം സർവം, ഇതം എന്ന് പറഞ്ഞാൽ ഇത്, സർവം മുഴുവനും, ഈ പ്രപഞ്ചം മുഴുവനും, ദൃശ്യപ്രപഞ്ചം മുഴുവനും. ചിത്രമിവ, ഒരു ചിത്രം എന്നതുപോലെ. അതുകൊണ്ട് അവിടെ ഇവ ശബ്ദം ഗുരു ഇതിനു മുൻപുള്ള ശ്ലോകങ്ങളിലെല്ലാം പ്രയോഗിച്ചു. അവിടെ എവിടെയാണത്? മായാവീവ, മായാവി എന്നതുപോലെ. അങ്കുരവത്, ബീജത്തിൽ നിന്നും വിത്തിൽ നിന്നും മുള എന്നതുപോലെ. ഇവിടെയൊക്കെ ഉപമാവാചക ശബ്ദങ്ങളാണ്. സാദൃശ്യത്തിന് അതുപോലെ എന്ന് പറയാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ് ഇവ എന്നുള്ള ശബ്ദം. അപ്പോൾ പറഞ്ഞു ചിത്രമിവ, ചിത്രം എന്നതുപോലെ. എന്നാൽ ഒരു ചിത്രം വ്യക്തരൂപം കൈക്കൊള്ളുന്നതിന് മുമ്പ് സൂക്ഷ്മമായ രൂപരേഖയായിരിക്കുന്നത് പോലെ എന്നർത്ഥം. ചിത്രമിവ, ചിത്രം എന്നതുപോലെ. മനോമാത്രം, സങ്കല്പരൂപം മാത്രമായി വർത്തിച്ചിരുന്നു. ഏത്? ഈ പ്രപഞ്ചം. എന്നിട്ടോ ഭഗവാൻ ചിത്രകാരവത്, ഒരു ചിത്രകാരനെ പോലെ. ചിത്രകാരന്റെ ഉള്ളിൽ സങ്കല്പരൂപത്തിൽ, ഭാവനാരൂപത്തിൽ, സൂക്ഷ്മരൂപത്തിൽ ചിത്രമിരിപ്പുണ്ട്. അതുപോലെ ഒരു ചിത്രകാരനെ പോലെ ഈ ദൃശ്യം, ഈ വിധത്തിൽ, ഈ കാണുന്ന രൂപത്തിൽ വൈചിത്ര്യം, വിചിത്ര രൂപത്തെ, നാമരൂപസങ്കുലമായ വിചിത്രമായ ഈ പ്രപഞ്ചത്തെ പ്രാപയാമാസ, രൂപം നൽകി ഇങ്ങനെയാക്കി തീർത്തു. സൃഷ്ടി നൽകി ഈ രൂപത്തിലാക്കി സൃഷ്ടിച്ചു എന്നർത്ഥം. ഇനി ഇതിന്റെ സാരാംശം, ഈ പ്രപഞ്ചം മുഴുവനും നാമരൂപങ്ങളായി ഇങ്ങനെ പ്രകടമാകുന്നതിന് മുൻപ് കേവലം സങ്കല്പ രൂപത്തിൽ സ്ഥിതി ചെയ്തിരുന്നു. അതെപ്രകാരമാണെന്നാൽ ഒരു ചിത്രം വ്യക്തമായി രൂപം കൊള്ളുന്നതിന് മുൻപ് സൂക്ഷ്മമായ രൂപരേഖയായി വർത്തിക്കുന്നു. അതുപോലെ ഒരു ചിത്രകാരൻ നമുക്കറിയാം സൂക്ഷ്മമായ ഒരു രൂപരേഖയെ വികസിപ്പിച്ചാണ് അത് ചിത്രമാക്കി തീർക്കുന്നത്. അതുപോലെ ഭഗവാൻ സങ്കല്പ രൂപത്തിൽ സൂക്ഷ്മമായി സ്ഥിതി ചെയ്തിരുന്ന ഈ പ്രപഞ്ചത്തെ ഇന്ന് കാണുന്ന മട്ടിൽ വൈവിധ്യം നിറഞ്ഞ ദൃശ്യ സമൂഹമാക്കി വികസിപ്പിച്ചു. നമുക്ക് 5-ാമത്തെ മന്ത്രം കൃതി വിവരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് 5-ാമത്തെ മന്ത്രം താളാത്മകമായി ഒന്ന്
ശ്രവിക്കാം. ദർശനമാല അധ്യാരോപദർശനം ശ്ലോകം 5. ഓ മനോമാത്രം ഇദം ചിത്രം ഇവ അഗ്രേ സർവം ഈദൃശം പ്രാപയാമാസ വൈചിത്ര്യം ഭഗവാൻശ്ചിത്രകാരവത്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. 5-ാം മന്ത്രത്തിന്റെ കൃതി വിവരണത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാം, അഗ്രേ ഇദം സർവം ചിത്രമിവ മനോമാത്രം ആസീത്. ബോധവസ്തുവില് വാസനാതലം, സങ്കല്പതലവും ബാഹ്യദൃശ്യതലവും അധ്യാരോപം ചെയ്യുന്നതാണ് പ്രപഞ്ചം. ഇതിനെ ഒരു ക്യാൻവാസിലെ ചിത്രരചനാ ഘട്ടത്തോടാണ് വേദാന്ത ശാസ്ത്രം ഉദാഹരിക്കുന്നത്. ഒരു ക്യാൻവാസിൽ ഒരു ചിത്രം ഉണ്ടാകുന്നതിന് 4 ഘട്ടങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഘട്ടം വരയ്ക്കാൻ പാകത്തിന് ശുദ്ധമാക്കി വൃത്തിയായി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ക്യാൻവാസ്. 2ാമത്തെ ഘട്ടം പറയുമ്പോൾ അത് വരയ്ക്കാൻ ആവശ്യമായ പശ പുരട്ടി വെച്ച് ഒരുക്കി വെച്ച ക്യാൻവാസ്. 3ാമത്തെ ഘട്ടം പറയുമ്പോൾ ചിത്രത്തിന്റെ സൂക്ഷ്മ രൂപരേഖ വരച്ച ക്യാൻവാസ്. 4ാമത്തെ ഘട്ടം വരുമ്പോഴാണ് വിവിധങ്ങളായ ചിത്രങ്ങളോടുകൂടിയ ക്യാൻവാസ്. ഇതിൽ ആദ്യം വരയ്ക്കാൻ ഒരുക്കി വെച്ചിരിക്കുന്ന ശുദ്ധമായ ക്യാൻവാസാണ് ബ്രഹ്മം. അങ്ങനെ സങ്കല്പിക്കുക. 2ാമത് വരുമ്പോൾ ഇവിടെ ശക്തി പ്രവർത്തിക്കുന്നു, ശക്തി സ്പന്ദിച്ചുയരുന്നു, വാസനാമണ്ഡലം പൊന്തി വരുന്നു. അപ്പോൾ നമുക്ക് അതിനെ പശ പുരട്ടി വെച്ച 2ാമത്തെ ക്യാൻവാസിനോട് ഉപമിക്കാം. ഇനിയോ വാസനയിൽ നിന്ന് സങ്കല്പത്തിലേക്ക് വരുന്നു. വാസനാതലത്തിൽ നിന്ന് സങ്കല്പതലം ആവിർഭവിക്കുന്നതോടുകൂടി സൂക്ഷ്മ രൂപങ്ങൾ വരച്ച ക്യാൻവാസായി മാറുകയാണത്. 3ാമത്തെ ഘട്ടമായ സൂക്ഷ്മ രൂപങ്ങൾ വരച്ച ക്യാൻവാസായിട്ട് മാറുന്നു. ഘട്ടം ഘട്ടമായി ചിന്തിച്ചു നോക്കുക. പിന്നീട് ഈ സങ്കല്പതലവും കടന്ന് ശക്തിസ്പന്ദനം കൂടുന്നോറെ വിവിധ രൂപത്തിലുള്ള ബാഹ്യദൃശ്യങ്ങളുടെ ഘട്ടത്തെയാണ് ആ ബാഹ്യദൃശ്യങ്ങളോടുകൂടിയ പ്രപഞ്ചഘട്ടം, അങ്ങനെ ധരിക്കണം. അതിനെയാണ് ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ക്യാൻവാസിനോട് ഉപമിച്ചിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ കേൾക്കുക, മനസ്സിലാക്കുക. ഗുരു അധ്യാരോപഘട്ടങ്ങളായ വാസനാതലത്തെയും സങ്കല്പതലം ഇതിനെയെല്ലാം ചിത്രരചന ഉദാഹരണം ചൂണ്ടിക്കാട്ടിയിട്ട് സൂക്ഷ്മമായി വിവരിച്ചു തരികയാണ് നമുക്ക്. അതായത് ഈ പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മമായ രൂപരേഖയാണ് സങ്കല്പതലമെന്നറിയണം. അത് അടിവരയിട്ട് എഴുതി വെക്കണം. മുന്നോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിച്ചെഴുതുക. പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മമായ രൂപരേഖയാണ് സങ്കല്പതലം അഥവാ മനസ്സ്. മനസ്സിലാണല്ലോ സങ്കല്പങ്ങൾ ഉണ്ടാകുന്നത്. മനസ്സിൽ സങ്കല്പം വിരിഞ്ഞ് വികസിത രൂപമാണല്ലോ പ്രപഞ്ചം. അതാണല്ലോ അഗ്രേ ഇദം സർവം ചിത്രമിവ മനോമാത്രം എന്ന് പറഞ്ഞത്. മനസ്സെന്നാൽ നമ്മൾ എടുക്കേണ്ടത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇത് 4ഉമേ ഒരുമിച്ച് ധരിക്കണം. കാരണം സങ്കല്പങ്ങളും വികല്പങ്ങളും കൊണ്ട് നിറഞ്ഞിടമാണ് മനസ്സ്. മനസ്സിന് 2 തലമേ ഉള്ളൂ, വാസനാതലവും സങ്കല്പതലവും. അപ്പോൾ സത്യം തിരയുന്ന ഒരാള് മനഃശുദ്ധി കൈവരുത്തണം. നമ്മുടെ ജീവിതം നോക്കൂ, എത്ര വിരുദ്ധങ്ങളായ അനുഭവങ്ങളാണ് അവിടെയുള്ളത്. ഇത് കേൾക്കുന്നവർ തന്നെ ഒരുപക്ഷെ അതിന് യോഗ്യരായി വന്നത് അനുഭവങ്ങളിലൂടെ കടന്നു പോന്ന് ഒരു വിരക്താവസ്ഥയിലെത്തിയവരായിരിക്കാം. സത്യം കേൾക്കുമ്പോൾ മനസ്സ് എപ്പോഴും എങ്ങനെയായിരിക്കണം? വിരക്തത കൈവരണം. എന്നാലേ സത്യം മനസ്സിൽ പതിയുകയുള്ളൂ. ഭൗതിക ജീവിതത്തിന്റെ ദുഃഖ ദുരിതങ്ങളിൽപ്പെട്ട് ഉഴന്ന് ഒന്ന് പിടിച്ച് കരകയറാൻ ശ്രമിക്കുന്നവരായിരിക്കും ഇത് മനസ്സിൽ പതിയുന്നവർ.
അതിൽ നാം ആദ്യം ചെയ്യേണ്ടത് നമ്മെ ഈശ്വരനിലേക്ക് സമർപ്പിക്കാൻ പഠിക്കുക. വേറൊരു അന്യതാ ചിന്ത വേണ്ട. അപ്പോൾ നമ്മുടെ യോഗവും ക്ഷേമവും എല്ലാം ഈശ്വരൻ നോക്കിക്കൊള്ളും. ഒരു സംശയവും വേണ്ട. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയേ വേണ്ടു. ലാഭവും നഷ്ടവും സുഖവും ദുഃഖങ്ങളും ജയപരാജയങ്ങളും എല്ലാവർക്കും ദിനം പ്രതി മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്ന് ലോകത്തേക്ക് നോക്കുമ്പോൾ ഈ ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങൾ എത്രയാണ്. എന്നാണ് ഇതിനൊരു ശമനം? എന്താണ് ഇതിന്റെ അവസാനം? അറിയില്ല. എല്ലാം വിട്ടുകൊടുക്കുക, സമർപ്പിച്ചേക്കുക. ഈ പ്രാണസ്പന്ദനം പോലും എത്ര നിമിഷമെന്ന് അറിയില്ല. മനസ്സിനെ അടക്കി സമനിലയിൽ വെക്കാൻ ആദ്യം പരിശീലനം ചെയ്യണം. അതായത് സന്തോഷങ്ങളിൽ മതിമറന്ന് അഹങ്കരിക്കാതെയും പരാജയങ്ങളിൽ കണ്ണുനീർ വാർത്ത് കരയാതെയും മനസ്സിനെ സ്ഥിരമായി നിർത്തണം. അപ്പോൾ മനസ്സിന് സമനില കൈവരും. സമത്വം യോഗ ഉച്യതേ എന്നാണല്ലോ കൃഷ്ണ പരമാത്മാവ് ഗീതയിലൂടെ പറഞ്ഞു തന്നിരിക്കുന്നു നമുക്ക്. ഇവിടെ ഗുരു പറയുകയാണ്, മനമലർ കൊണ്ട് മഹേശ പൂജ ചെയ്യാൻ. അവിടെ മനസ്സിൽ കാമക്രോധാദികൾ നിറഞ്ഞിരിക്കുകയാണ് മനസ്സ്. അതിനാൽ അത് മഹേശ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? സാധാരണ മനുഷ്യർക്ക് മനസ്സാകുന്ന പൂവിനെ അങ്ങ് സമർപ്പിക്കാൻ സാധ്യമല്ല. കാരണം ഷഡ്വേദികൾ നിറഞ്ഞിരിക്കുകയാണ് അവിടെ. പട്ടണത്ത് പിള്ളയാർ പാട്ടിൽ പറയുന്ന പോലെ, ഉൾപ്പൂവിരിക്കുമ്പോൾ ഈശനു നേദിക്കാൻ പുഷ്പങ്ങൾ എന്തിനയ്യ, വണ്ടുണ്ണും പുഷ്പങ്ങൾ എന്തിനയ്യ. അറിവുള്ളവർ പാടുന്നതാണ് അല്ലേ? തേനീച്ച തേനുണ്ട് എച്ചിലാക്കിയ പുഷ്പങ്ങളെടുത്ത് ദേവൻ അർപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ മനോഹരമായ ഒരു പുഷ്പം ഇരിപ്പുണ്ട്. തെളിഞ്ഞ് നിർമ്മലമായ പുഷ്പം. അതിനെ നിർമ്മലമാക്കിക്കൊണ്ട് അർപ്പിക്കാൻ പഠിക്കണം നാം. കാരണം നമുക്ക് രക്ഷപ്പെടണം ഇവിടെ നിന്ന്. ഇനി അലയാതെ നിന്തിരുവടിക്കടിയന്തിനവും മനമലരിട്ടു കുമ്പിടുമിതിങ്ങറിയുന്നതു നീ. ജനനമെടുത്തു ഞാനിതുകളിൽ പലതായി വലഞ്ഞ് അനിശമെനിക്ക് വണ്ണമൊരു വേദനയില്ല പരം. കൃപാസിന്ധുവായ ഗുരു ശിവസ്തവത്തില് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു നമ്മളെ. ഇതാണ് പ്രാർത്ഥിക്കേണ്ടത്. നാമസങ്കീർത്തനങ്ങളിലൂടെ സഗുണ രൂപങ്ങളെ ഉപാസന ചെയ്ത് കൂടുതൽ കൂടുതൽ മായാബന്ധത്തിൽ കുടുങ്ങാതെ മനഃശുദ്ധി നേടണം. സത്യത്തോടടുക്കണം. ആത്മാവാകുന്ന കടലാസിൽ സങ്കല്പമാകുന്ന ചായം മായ്ച്ചു കളയണം. പ്രപഞ്ചം സത്യമാണെന്ന് വന്നാൽ നമുക്ക് ഭയമുളവാകും. അത് ആത്മാവിലെ വെറും സങ്കല്പമാണെന്ന് അറിഞ്ഞ് സങ്കല്പങ്ങളെ ഒഴിച്ചു മാറ്റി നിർഭയത കൈവരിക്കണം. നാം ആദ്യം അറിയേണ്ടത്, ഈ ലോകത്ത് എന്തൊക്കെ കാണുന്നുവോ അതൊക്കെ സർവവ്യാപിയായ മനസ്സിന്റെ സൃഷ്ടികളാണ്. മനസ്സ് കാണിച്ചു തരുന്ന വെറും കാഴ്ചകൾ മാത്രമാണ് എല്ലാ പദാർത്ഥങ്ങളും. മനസ്സിനെ ബോധപൂർവം നിരോധിച്ചാൽ അതെങ്ങോ പോയി മറിഞ്ഞിട്ട് സച്ചിദാനന്ദ സ്വരൂപമായ ആ സ്വരൂപം മൂടുപടം മാറ്റി വെളിപ്പെടുത്തി തരും നമുക്ക്. നമുക്കൊക്കെ പുറമെ കാണുന്ന പ്രപഞ്ചം മനസ്സിന്റെ സൃഷ്ടിയാണെന്ന് വിശ്വസിക്കാൻ സാധാരണ മനുഷ്യർക്ക് സാധ്യമല്ല. അവൻ മനസ്സെന്ന് കേൾക്കുമ്പോൾ വ്യക്തിയുടെ ഉള്ളിൽ ഒതുങ്ങുന്ന കൊച്ചു മനസ്സ് മാത്രമേ അവൻ കാണുന്നുള്ളൂ. അപ്പോൾ നാം ആ ഒരു അറിവിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. നാം അറിയേണ്ടത്, ശരീരങ്ങൾക്കുള്ളിൽ മനസ്സ് നിൽക്കുകയല്ല ചെയ്യുന്നത്, മനസ്സിനുള്ളിൽ ഈ ശരീരങ്ങൾ നിൽക്കുകയാണ്. ഈ ബ്രഹ്മാണ്ടം മുഴുവൻ ഉള്ളിലാണ്. ഏത്? പിണ്ടാണ്ടത്തിലെ ഉള്ളിലാണ് എന്നാണ് ധരിക്കേണ്ടത്. ഇത് ബോധ്യം വന്നാൽ നമുക്ക് ഈ ഭ്രമം തീർന്ന്, അതുപോലെ തന്നെ വിശ്വമനസ്സാണ് പ്രപഞ്ചവുമെന്നും ബോധ്യം വരും. വായു ചലിക്കുന്നതും സൂര്യൻ പ്രകാശിക്കുന്നതും സമുദ്രം ഇളകി മറിയുന്നതുമെല്ലാം അവയുടെ ഉള്ളിൽ ഊർജിതമായ സങ്കല്പശക്തി പ്രവർത്തിക്കുന്നത് കൊണ്ടാണെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. നാം അറിയേണ്ടത്, ചലനം എവിടെയുണ്ടോ അവിടെയെല്ലാം, ഉള്ളിലോ പുറത്തോ അടുത്തോ അകലെയോ എവിടെയും ആ ചലനത്തെ ഇളക്കിവിടുന്നൊരു ചേതനന്റെ സങ്കല്പമുണ്ടാവും. ഇതൊരു പ്രപഞ്ച സത്യമാണ്, നിയമമാണ്. ഗുരു ഈ സങ്കല്പതലത്തെ ഒക്കെ അകറ്റി
ഈ ചേതനനെ കണ്ടെത്തിയ ചൈതന്യമാണ് എന്നറിയണം. ചേതന സത്യമായ ബ്രഹ്മത്തിൽ മനസ്സാകുന്ന രൂപരേഖ പൊന്തി വന്ന് വികാസം പ്രാപിച്ചതാണ് ഈ പ്രപഞ്ചമെന്ന് ശ്രുതി യുക്തി അനുഭവത്തിന് വെളിച്ചപ്പെട്ട് കിട്ടിയിട്ടുള്ള സത്യമാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു ചിത്രകാരനെ പോലെ മനസ്സാകുന്ന സൂക്ഷ്മ രൂപത്തെ വിചിത്രമായി വികസിപ്പിച്ചെടുത്തതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുകയാണ്. ഇവിടെ പറയണ ഭഗവാൻ ചിത്രകാരമത്. ഭഗവാൻ എന്നാണ് വിളിച്ചത്. ഉത്പത്തിയും പ്രളയവും ജനനവും മരണവും വിദ്യയും അവിദ്യയും എല്ലാം ആരാണോ അറിയുന്നത്, ആരിലൂടെയാണോ സംഭവിക്കുന്നത്, അവനാണ് ഭഗവാൻ എന്ന് പറയുക. ആ ഭഗവാന് ഒരു ചിത്രകാരനെ പോലെയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്ന് പറയാണ്. രചിക്കുന്നതിന് മുമ്പ് ചിത്രകാരന്റെ ഭാവനയിൽ അർത്ഥവത്തായ ഒരു ചിത്രം രൂപം കൊള്ളും. ഉള്ളിൽ കണ്ട ഭാവനാ ചിത്രത്തെ ക്യാൻവാസില് കടലാസിലും ഒക്കെ ഉടൻ പകർത്തി അവസാനം തൻ്റെ ഭാവനയിലുള്ള ചിത്രമാണോ, മനസ്സിലുള്ള എല്ലാ ഭാവങ്ങളും ഇതിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒത്തുനോക്കും ചിത്രകാരൻ, വിലയിരുത്തും. ചിത്രകാരന് ഒരിക്കലും ഭാവനയും വെളിയിലെ ചിത്രവും രണ്ടല്ല, ഒന്ന് തന്നെ. ഇവിടെ ചിത്രത്തിന്റെ സ്ഥാനത്ത് നാം കാണേണ്ടത് വൈചിത്രം നിറഞ്ഞ ഈ ലോകമാണ്. ഇവിടെ ഓർക്കേണ്ടത് സർഗശക്തിയുള്ള കലാകാരന്റെയും സൃഷ്ടാവായിരിക്കുന്നു ഈ ഈശ്വരൻ. എത്ര സർഗശക്തിയുള്ളവനാണ് എന്ന് ആ സർഗ വൈചിത്രത്തെ നാം തിരിച്ചറിയണം. ആ സർഗശക്തി പ്രകടമായപ്പോഴാണ് ഇത് ലോകമായത്, എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രപഞ്ചമായത്, പ്രപഞ്ച വസ്തുക്കളായത്. അതാണ് പ്രാപയാമാസ വൈചിത്ര്യം ഭഗവാൻ ചിത്രകാരവത് എന്ന്. ഈ കാണുന്ന വൈചിത്രം നിറഞ്ഞ ദൃശ്യ പ്രപഞ്ചമാക്കി ഇതിനെ വികസിപ്പിച്ചെടുത്തുവെന്ന്. ചിത്രകാരന്റെ ഭാവനയാണോ ചിത്രമാണോ സത്യം, അതുപോലെ ഈശ്വരന്റെ ഭാവനയുടെ പ്രതിഫലനമാണ് പ്രപഞ്ചം. അതിൽ ഈശ്വര ഭാവനയാണോ പ്രപഞ്ചമാണോ സത്യം, വേർപെടുത്താനാവാതെ രണ്ടും ഒന്നായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ചിത്രകാരന്റെ ഭാവനയും ചിത്രവും ഒന്നാണ് എന്നർത്ഥം. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലെ ശങ്കര ഭഗവത്പാദർ പറയുന്നുണ്ട്, വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായയാ ബഹിരിവോദ്ഭുതം യഥാ നിദ്രയാ. ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു തരികയാണ്, ഒരു നഗരം കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നത് പോലെ, ഒരു കണ്ണാടി വെച്ചാൽ ആ നഗരം അതിൽ പ്രതിഫലിക്കുന്നത് പോലെ നാമരൂപാത്മകമായ വിശ്വം മുഴുവൻ അവനവനിലെ അന്തരാത്മാവിൽ പ്രതിഫലിക്കുന്നു എന്ന്. എങ്കിലും ആ അനുഭവം ബാഹ്യഭാഗത്താണെന്നതുപോലെ തോന്നുന്നു. സ്വപ്ന സമയത്തും അങ്ങനെയാണല്ലോ നമുക്ക് തോന്നുന്നു. നമ്മൾ സ്വപ്നം കാണുമ്പോഴും സ്വപ്നം പുറത്ത് കാണുന്ന പോലെ നമുക്ക് തോന്നുന്നു, പക്ഷെ അത് ഉള്ളിൽ തന്നെയാണല്ലോ സംഭവിക്കുന്നത്. സാക്ഷാത്കാര സമയത്ത് പ്രപഞ്ചം മുഴുവനും തൻ്റെ തന്നെ ആത്മസ്വരൂപമാണെന്ന് സാക്ഷാത്കരിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇത് ഓർക്കേണ്ടതായ ഒരു കാര്യമാണ്. സ്വപ്നം കാണുമ്പോൾ നിശ്ചലമായ ശരീരത്തിൽ ഉറങ്ങുമ്പോഴും ഒരു ഞാനാണ് അവിടെ നിന്നുകൊണ്ട് അതിനെ ഉണ്ടാക്കി കാണിക്കുന്നത്. സ്വപ്നം കാണുമ്പോഴേ നമ്മുടെ ഉള്ളിലെ ശരീരം, ആ സ്വപ്നം കാണിക്കുന്നത് ആരാ? ശരീരം അവിടെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, ശരീരം ചലനമില്ലാതെ നിൽക്കുന്ന സമയത്ത് അവിടെ അതിനെ, ഈ സ്വപ്നങ്ങൾ ഉണ്ടാക്കി കാണിക്കുന്നത് ഒരു ചേതനനാണ്. പക്ഷെ കാണുന്ന ഞാൻ അതിൻ്റെ കർത്തൃത്വം ഏറ്റെടുക്കാതെ കണ്ടുകൊണ്ട് സാക്ഷിയായി ഈ ഞാൻ അങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. കാണുന്ന സ്വപ്നത്തിന്റെ സുഖവും ദുഃഖവും ഒന്നും അനുഭവിക്കുന്നില്ല, പക്ഷെ അതിന് സാക്ഷിയായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുക? ജാഗ്രതയിൽ ഒരു ക്യാൻവാസ് നിവർത്തിയിട്ടിരിക്കുന്ന പോലെ കാണും, അല്ലേ? ഇപ്പോൾ ഉറങ്ങി ഉണർന്ന് നോക്കുമ്പോൾ ഈ പ്രപഞ്ചം ഇങ്ങനെ നാമരൂപ സങ്കുലമായി ഈ പ്രപഞ്ചത്തിൽ ഉണ്ടു ഉറങ്ങിയൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ജീവജാലങ്ങൾ, മനുഷ്യര് എല്ലാം പ്രപഞ്ചം, അല്ലേ? നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്യാൻവാസിലെ ചിത്രം പോലെ തോന്നും. ഇനി സുഷുപ്തി സമയത്ത് ആ ക്യാൻവാസ് മടക്കി വെച്ചു, എല്ലാം അടങ്ങി.
ഇതൊന്നുമില്ല. ഇങ്ങനെ തുറക്കുകയും അടക്കുകയും ചെയ്യുന്നത് മനസ്സാണ് എന്നർത്ഥം. ഈ മനസ്സ് പ്രപഞ്ച സൃഷ്ടിക്കും ബ്രഹ്മത്തിനും ഇടയിൽ നിൽക്കുന്ന അനിർവചനീയമായ ഒരു ശക്തി തന്നെയാണെന്ന് അറിയണം. ഈശാവാസ്യ ഉപനിഷത്തിലെ 9-ാം മന്ത്രം പറയുന്നുണ്ട്, പങ്കമറ്റംഗമില്ലാതെ പരിപാവനമായി സദാ മനസ്സിൻ മനമായി തന്നിൽ തനിയെ പ്രോല്ലസിച്ചിടും. ഇവിടെ പറയുകയാണ്, ഉപനിഷത്ത് പറയുക, ഈശാവാസ്യം പറയുകയാണ്, ഗുരു നമുക്ക് തർജ്ജമ ചെയ്ത് തന്നിട്ടുണ്ടല്ലോ. ശരീരസ്പർശനം ലേശം പോലും ഇല്ലാത്ത പരമാത്മാവിൽ പ്രപഞ്ചം എങ്ങനെ ഉദയം ചെയ്തു? പരമാത്മാവിൽ ശക്തിസ്പന്ദന രൂപത്തിൽ സങ്കല്പങ്ങൾ പൊന്തി വരുന്നതോടെയാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്. ശക്തിസ്പന്ദനം ഉണ്ടാകുന്നതിന് എങ്ങനെയാണ്? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ സൂക്ഷ്മ രൂപമാണ് അത്രേ ശക്തിസ്പന്ദനം. സ്പന്ദിക്കാൻ തുടങ്ങുന്നത് നമ്മുടെ കർമ്മങ്ങളാണ്, അതിൻ്റെ സൂക്ഷ്മ രൂപങ്ങളാണ്. അത് തന്നെയാണ് സങ്കല്പങ്ങളായി വരുന്നത്. ആ സങ്കല്പം തന്നെയാണ് അതിനനുസൃതമായ സൂക്ഷ്മ ശരീരങ്ങളായും പ്രകടമാക്കുന്നത് എന്ന് ഈശാവാസ്യ ഉപനിഷത്ത് പറയുന്നു. അതായത് സൂര്യനെ സൂര്യനാക്കി നിർത്തിയിരിക്കുന്നതും മനുഷ്യനെ മനുഷ്യനാക്കി നിർത്തിയിരിക്കുന്നതും പക്ഷി മൃഗാദികളെ അതാക്കിയിരിക്കുന്നതും കർമ്മഗതിയിലെ സങ്കല്പങ്ങൾ തന്നെയാണെന്ന് പറയുന്നു. സങ്കല്പം എങ്ങനെയോ ജീവിതവും അങ്ങനെ തന്നെ. അതുകൊണ്ട് എന്തു പ്രയത്നം ചെയ്തും സങ്കല്പാത്മകമായ ചിത്തത്തെ ശുദ്ധീകരിക്കണം. സനാതനമായ ഒരു ജീവിത സത്യമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് 5-ാം മന്ത്രത്തിന്റെ വിവരണം ഗുരുവിങ്കൽ സമർപ്പിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരു ഓം തത്സത്.